السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടു തരം പരീക്ഷകളാണ്. ഒരുപാട് പരീക്ഷകൾ എഴുതി അതനുസരിച്ച് നല്ല ഉയർന്ന വരുമാനവും ജോലിയും നേടി കച്ചവടത്തിലും കൃഷിയിലും ഏർപ്പാടിലും ഇടപാടിലും ഒക്കെ ആ പരീക്ഷകളുടെ അറിവുകൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരീക്ഷകളിൽ പരാജയപ്പെട്ട് ഒന്നോടും താല്പര്യം കാണിക്കാനാവാതെ ഒന്നും ചെയ്യാനാകാതെ തകർന്നും തളർന്ന് വീണടിഞ്ഞു പോയ ആൾക്കാരുമുണ്ട്. അല്ലാഹു അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. എല്ലാവരും നന്നായി ഉഷാറായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പിതാക്കന്മാരുടെ പാരമ്പര്യം ഏറ്റെടുത്ത് ദഅവത്ത് രംഗത്ത് വളരെ സജീവമായി മുന്നോട്ട് പോയ ധാരാളം ആളുകൾ ഇന്ന് നമ്മൾ സൂറത്ത് നൂഹ് കേൾക്കുകയുണ്ടായി. നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലെ രണ്ട് ഭാഗങ്ങൾ. ഒന്ന്, 950 കൊല്ലം ഒരു മടിയും മടുപ്പുമില്ലാതെ ജനങ്ങളോട് സത്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിന് അവരുടെ ചെവിക്കരിയും ചെല്ലേണ്ടി വന്നു. നമുക്കാണെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിൽ ഇരുന്ന് സുന്ദരമായി അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള മെസ്സേജുകൾ അയച്ചാൽ അവര് മടുപ്പില്ലാതെ ചെയ്തതും നമ്മൾ മടുപ്പോടുകൂടി അത് ചെയ്യാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. രണ്ടാമത്തത് നൂഹ് അലൈഹിസ്സലാമിന്റെ മകൻ എന്ന പരീക്ഷണം, ഭാര്യ എന്ന പരീക്ഷണം. എത്രമാത്രം ദുരിതപൂർണമായിരിക്കും ആ ജീവിതം. എല്ലാരോടും തൗഹീദൊക്കെ പറഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നേരെ ശിർക്കിന്റെ കുടുംബമാണ്, ശിർക്കിന്റെ കൂട്ടുകാരിയാണ്, ശിർക്കിന്റെ സ്വന്തം കുട്ടിയാണ്. അല്ലാഹുവേ, എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം. ഈ ലോകം മുഴുവൻ പരീക്ഷണമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സൂറത്ത് ഇൻസാനിൽ 2-ാമത്തെ ആയത്തിൽ പരീക്ഷിക്കാൻ മുൽക്കിൽ പറഞ്ഞു. വെറുതെ അങ്ങ് പടച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്ന് സൂറത്തുൽ മുഅ്മിനൂൻ അല്ലാഹുവോട്. അല്ലാഹു അക്ബർ. അൻകബൂത്ത് 2-ാമത്തെ ആയത്ത് പരീക്ഷിക്കപ്പെടാതെ മുഅ്മിനാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കഴിച്ചിലാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അപ്പോ പരീക്ഷകൾ എത്ര കൂടണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തിരുമതിയിലെ 2398-ാമത്തെ ഹദീസ്. സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അയ്യുന്നാസി അശദ്ദു ബലാഅൻ, ആർക്കാണ് ഏറ്റവും വലിയ പരീക്ഷണം, ഏറ്റവും കടുത്ത പരീക്ഷണം? അല്ലാഹു അക്ബർ. അവിടുന്ന് പറഞ്ഞു, അൽ അംബിയാഉ, നബിമാരാണ്. പിന്നെയോ സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നെ ഏറ്റവും ശ്രേഷ്ഠരായ ആൾക്കാർ. എനിക്കെന്താ ഇങ്ങനെ 5 നേരം നിസ്കരിച്ചിട്ടും അല്ലാഹു എന്നെ കഷ്ടപ്പെടുത്തുകയാണല്ലോ എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത്. മറിച്ച് അല്ലാഹു എന്നെ ഇഷ്ടപ്പെടുന്നു, അതിന്റെ ഭാഗമാണ് എന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയാണ്, ഓരോരുത്തരുടെയും ദീനനുസരിച്ചാണ് പരീക്ഷണം വരിക. നല്ല ഉറച്ച ദീനാണെങ്കിൽ എന്ത് ചെയ്യും? അവന്റെ പരീക്ഷണം കടുത്തതായി മാറും. ദീനില് ലേശം എളിമയാണുള്ളത്, അഥവാ ലേശം കുറച്ചേ ഉള്ളു ദീന് കുറവാണ്, ഈമാൻ കുറവാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ദീനനുസരിച്ചുള്ള പരീക്ഷണമാണ് കൊടുക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ പരീക്ഷണം കിട്ടുമ്പോൾ എന്ത് വിചാരിക്കണം? അത് വിചാരിക്കാൻ സാധിച്ചാൽ മാത്രമേ അത് വിജയപ്രദമായി മാറുകയുള്ളൂ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്,
ബിൽ അബ്ദി, ഒരാൾക്ക് പരീക്ഷണം വന്നുകൊണ്ടേയിരിക്കും. ഹത്താ യത്റുകഹു, പിന്നെ ആ പരീക്ഷണം അവനെ വിട്ടുപിരിയുമ്പോൾ യംശി അലൽ അർദി, അവൻ ഭൂമിയിലൂടെ അങ്ങനെ നടക്കും. വമാ അലൈഹി മിൻ ഖതീഅ, ഒരു പാപമില്ലാത്തവനാണ്. അടിച്ച് ഇടിച്ച് വേദനിച്ച് നല്ലോണം കത്തിച്ച് പതപ്പിച്ച് പഴുപ്പിച്ച് ചോപ്പിച്ച് കൊല്ലപ്പണിക്കാരൻ ആലയിൽ വെച്ച് ഇരുമ്പ് ശരിയാക്കണ പോലെ മനുഷ്യന്റെ ശരീരത്തിൽ ഇങ്ങനെ രോഗങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു നൽകിയിട്ട് അവസാനം ഒന്നുമില്ലാതെ അങ്ങനെ നടക്കും. ഒന്നും പ്രശ്നമാക്കാതെ നെവർമൈൻഡാക്കില്ല, എല്ലാത്തിനെയും തരണം ചെയ്തിട്ട് ഗംഭീരമായിട്ടാണ് നടക്കുന്നത്. നമ്മൾ ഇതിൽ ഏതാണ്? സൂറത്തു അൽ മആരിജിൽ 19 വരെയുള്ള ആയത്തുകൾ. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, മനുഷ്യൻ വളരെ ദുർബലനായിട്ടാണ് പടക്കപ്പെട്ടത്. ഇത് മസ്സദുസ്സദുഅ, എന്തെങ്കിലും ഒരു തിന്മ കാണുമ്പോഴേക്ക്, എന്തെങ്കിലും ഒരു ദോഷം അനുഭവിക്കുമ്പോഴേക്ക് ആകപ്പാടെ ദുഃഖിതനായി നിരാശനായി. ഇത് മസ്സദുൽ ഖൈറു മനുഅ, എന്തെങ്കിലും നന്മ കിട്ടിയാലോ ആരോടും പറയില്ല, ആർക്കും കൊടുക്കില്ല. ഇത് ഇല്ലാതാകാനുള്ള മാർഗം പറയുന്നത് ഇന്നൽ മുസല്ലി, നിസ്കാരമാണ്, പിന്നെ ദാനധർമ്മങ്ങളാണ്, സൂക്ഷ്മതയാണ്, പരലോകബോധമാണ്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. പരീക്ഷണങ്ങൾ വരുമ്പോ എന്താ എന്നോട് ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നതിന് പകരം അല്ലാഹുവേ നീ ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ തന്നല്ലോ, അതിലെല്ലാ പരീക്ഷയിലും എനിക്ക് വിജയം നൽകണേ, ആമീൻ. ഏറ്റവും കൂടുതൽ പരീക്ഷകൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കണം, എല്ലാ പരീക്ഷയും ജയിക്കണമെന്ന് ആഗ്രഹിക്കണം. എങ്കിൽ അതിന്റെ എല്ലാം റിസൾട്ട് പരലോകത്ത് ചെല്ലുമ്പോൾ അത്യുന്നതമായിരിക്കും. അല്ലാഹുവേ അനുഗ്രഹിക്കുമാറാണ്. എല്ലാ നല്ല നന്മയും നിങ്ങൾക്ക് നൽകണേ. എല്ലാ ദോഷങ്ങളിലും രക്ഷപ്പെടാൻ അല്ലാഹുവേ അനുഗ്രഹിക്കണം. എല്ലാ മനുഷ്യന്മാർക്കും എന്നും തൗഹീദിന്റെ സുന്നത്തിന്റെ മെസ്സേജുകൾ എത്തിച്ചു കൊടുക്കുവാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. കൂടുതൽ അമലുകളും ഇബാദത്തുകളും ചെയ്തു സ്വർഗ്ഗത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ റബ്ബേ അനുഗ്രഹിക്കണം. രോഗികൾക്കെല്ലാം അല്ലാഹുവേ ശിഫ നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. കുടുംബാദികൾക്ക്, മക്കൾക്ക്, നാട്ടുകാർക്ക്, വീട്ടുകാർക്ക് അല്ലാഹുവേ ബറക്കത്ത് പ്രദാനം ചെയ്യണം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ജന്നത വനഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ജന്നത വനഊദു ബിക മിനൻ നാർ. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.